പ്രേക്ഷകർ ഇ.ഡി ഉത്തരം തേടുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് വീണ ടിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് കണ്ടെടുത്ത ഒരു ഡയറിയിൽ നിന്നാണ്. ആ ഡയറിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നത് നമുക്ക് പരിശോധിക്കാം. അതിന്റെ പേജുകൾ നമുക്ക് മറിക്കുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അതിൽ എന്തൊക്കെയാണുള്ളത്? ഒന്നാമത്തേത് 20 കോടിയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 20 കോടിയുടെ സാമ്പത്തിക ഇടപാടിന്റെ ഉറവിടം എന്ത് എന്നതാണ് ഒന്നാമത്തെ കാര്യമായി ഇ.ഡി അന്വേഷിക്കുന്നത്. കാരണം സീമാറിലുമായി ബന്ധപ്പെട്ട ഇടപാടിൽ അത് ഏതാണ്ട് 1.25 കോടി രൂപയാണ്. ആ പണമിടപാടുകൾ നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചതായിട്ടാണ് ഇ.ഡി വാർത്താക്കുറിപ്പിൽ പറയുന്നത്. വീണയുടെ കൈപ്പടയിലുള്ള കുറിപ്പിൽ 20.5 കോടി ഇന്ത്യൻ കറൻസിയിലുള്ള ഇടപാട് നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇ.ഡി പറയുകയാണ്. ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച പരിശോധനകളിലേക്കാണ് ഇ.ഡി ഇനി കടക്കുന്നത്. ഇനി രണ്ടാമത്തെ വിവരം എന്താണ് ഇ.ഡി അന്വേഷിക്കുന്നത് എന്നത് പരിശോധിക്കാം. 85 ലക്ഷം രൂപ വിദേശത്തേക്ക് കടത്തിയോ എന്നതാണ്. അങ്ങനെ കടത്താനുള്ള അനുമതിയുണ്ടോ എന്നതും ചോദിക്കുകയാണ്. 27/5/2026 നടത്തിയ റെയ്ഡിൽ ദുബായിലേക്ക് 3.49 ലക്ഷം ദിർഹം, അതായത് ഏകദേശം 85 ലക്ഷം രൂപ മാറ്റി എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഇ.ഡി വിശദീകരിക്കുന്നു. ആർക്കാണ് പണം നൽകിയത് എന്നതിൽ വിശദമായ അന്വേഷണം നടത്താനാണ് ഇ.ഡിയുടെ തീരുമാനം. ഫെമ കേസ് അടക്കം ചുമത്തുന്നത് പരിഗണനയിലുണ്ട്. കാരണം ഇത് വിദേശത്തേക്ക് പണം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് അനുമതി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഫെമ കേസ് അടക്കം ചുമത്താൻ ഇ.ഡിക്ക് കഴിയുമെന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ് എന്ന് പരിശോധിക്കാം. വിദേശ കമ്പനികളിൽ നിക്ഷേപമുണ്ടോ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. വിദേശത്തേക്ക് കടത്തിയ പണം എന്തിനാണ് ഉപയോഗിച്ചത് എന്നും വീണ കമ്പനികളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ എന്നും ഇ.ഡി അന്വേഷിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിലിന്റെ സൊലാസ് എന്ന പരസ്യ കമ്പനിക്ക് വീണ പണം നൽകിയത് ഇ.ഡി കണ്ടെത്തിയിട്ടുണ്ട്. CMRൽ നിന്ന് ലഭിച്ച പണമാണോ സൊലാസ് കമ്പനിക്ക് നൽകിയത് എന്നതിൽ വ്യക്തതയില്ല. വീണയുടെ ഡയറിയിൽ നിന്നാണ് സൊലാസ് കമ്പനിയുമായുള്ള ഇടപാടുകളുടെ വിവരങ്ങൾ ഇ.ഡിക്ക് ലഭിച്ചത് എന്നതും ഓർക്കണം. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു. നാലാമത്തേത് എന്താണ് എന്നത് കൂടി നോക്കാം. അതായത് വരുമാനത്തിൽ കവിഞ്ഞ തുക കൈകാര്യം ചെയ്തോ എന്നതാണ്. മെയ് 27 വീണയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകൾ കേസിൽ നിർണായകമാണെന്ന് ഇ.ഡി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത് പ്രകാരം വരുമാനത്തിന് അപ്പുറത്തേക്കുള്ള പണമിടപാടുകൾ വീണ നടത്തിയോ എന്നാണ് ഇ.ഡി പരിശോധിക്കുന്നത്. ഇതാണ് നാലാമത്തേത്. വീണയ്ക്ക് ഇതുവരെ ചെയ്ത ജോലികളിൽ നിന്നും കരാറുകളിൽ നിന്നും കിട്ടിയതിനേക്കാൾ അപ്പുറത്തേക്കുള്ള പണമിടപാടുകൾ അവരുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിശദീകരിക്കേണ്ടി വരും. ഇനി അഞ്ചാമത്തേത് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്ദുലാലിന്റെ സിം കാർഡ് വീണ എന്തിനുപയോഗിച്ചു എന്നതാണ് അഞ്ചാമത്തെ ചോദ്യം. വീണയിൽ നിന്നും പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് മറ്റൊരാളുടെ പേരിലെടുത്ത സിം കാർഡിന്റെ ചിത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് റിയാസിന്റെയും വീണയുടെയും സുഹൃത്തായ നന്ദുലാലിന്റെ പേരിലാണ്. 2024 മുതൽ നന്ദുലാലിന്റെ പേരിലുള്ള സിം കാർഡ് വീണ ഉപയോഗിച്ചു എന്നാണ് ഇ.ഡി കണ്ടെത്തിയിരിക്കുന്നത്. ഇന്റർനെറ്റ് കോളുകൾക്കായി ഇത് ഉപയോഗിച്ചു എന്നും ഇ.ഡി പറയുന്നുണ്ട്. വീണയും റിയാസും പറഞ്ഞതിന്റെ പേരിലാണ് സിം എടുത്തു കൊടുത്തത് എന്നാണ് നന്ദുലാലിന്റെ മൊഴി. ഇതെന്തിനാണ് ഉപയോഗിച്ചത് എന്നത് അറിയില്ല എന്നും നന്ദുലാൽ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് ഇ.ഡിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഇ.ഡി ഇപ്പോൾ വീണയിൽ നിന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ ആ പുസ്തകം വീണയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ആ പുസ്തകത്തിൽ ഉൾപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. പുസ്തകം പോയിരിക്കുന്നു, വിവരങ്ങൾ നമ്മൾ പങ്കുവെച്ചു കഴിഞ്ഞിരിക്കുന്നു.